അയൽ സംസ്ഥാനങ്ങളിലൊന്നായ തെലങ്കാനയിലെ നാഗർകുർണൂലിൽ ടണലിൽ ഉണ്ടായ അപകടത്തിൽ 8 പേർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ന് 3ാമത്തെ ദിവസം ആണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ദൗത്യത്തിനായി നാവികസേനയും സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ദൗത്യസംഘം ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ 150 മീറ്റർ വരെ അടുത്ത് എത്തിയിട്ടുണ്ട്. എങ്കിലും മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിട്ടുള്ളത് വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, 14 കിലോമീറ്റർ ഉള്ളിൽ ഏതാണ്ട് 150 മീറ്റർ അരികെയാണ് ഈ ദൗത്യസംഘം എത്തിയിട്ടുള്ളത്. പക്ഷേ ആ 150 മീറ്റർ എന്നത് വലിയ വെല്ലുവിളിയായി മാറുകയാണല്ലോ. ഇപ്പോഴും എന്താണ് സാഹചര്യം? അഭിലാഷ്, 48 മണിക്കൂർ കഴിഞ്ഞു ഈ അപകടം ഉണ്ടായിട്ട്. കാരണം മിനിഞ്ഞാന്ന് ഏതാണ്ട് ഈ 8:30 മണിക്കാണ് അപകടം നടക്കുന്നത്. അപ്പോൾ 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ടണൽ ഇടിഞ്ഞുണ്ടായ അപകടം നടന്നിട്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം ഒരു വഴിത്തിരിവിലെത്തി, നിർണായക ഘട്ടത്തിലെത്തി എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ടണലിൻ്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ ഇപ്പോഴും ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ 44 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ SLBC ടണൽ. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. പക്ഷേ രക്ഷാദൗത്യ സംഘം ഇതിൻ്റെ ഏതാണ്ട് 150 മീറ്റർ വരെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 13.5 കിലോമീറ്ററോളം അവർ എത്തി. അതിനുശേഷമുള്ള അവസാന 150 മീറ്ററാണ് അവർക്ക് വലിയ തടസ്സമാകുന്നത്, വെല്ലുവിളിയാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് കൂടാതെ ടണൽ ഇടിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. രക്ഷാദൗത്യ സംഘം തന്നെ വ്യക്തമാക്കിയ കണക്കുകൾ പ്രകാരം 23 അടി ഉയരം ഈ ടണലിനുണ്ട്. ഇതുകൂടാതെ 31 അടി വീതിയും ടണലിനുണ്ട്. ഈ ഭാഗം പൂർണ്ണമായി തന്നെ അവശിഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഊഹിക്കാം എത്രമാത്രം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യാതെ അവിടേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 3 സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക. പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും വെള്ളമുണ്ട്. ഇത് വെള്ളം കൊണ്ടുപോകുന്ന ടണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. മറ്റൊന്ന്, ടണൽ മുകൾ ഭാഗത്ത് തുരക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പ്രയാസമാകുന്ന കാര്യം 400 മീറ്റർ തുരക്കേണ്ടി വരും. മാത്രമല്ല വലിയ പാറക്കെട്ടുകളുള്ള പ്രദേശമാണ്. വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ടെന്ന സംശയമുണ്ട്. മൂന്നാമതായി തുരങ്കത്തിൻ്റെ ഏതെങ്കിലും വശം തുരക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 സാധ്യതകളുണ്ട്. അതിൽ പ്രധാന പരിഗണന ഇപ്പോഴും ഉള്ളത് ഈ മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ 150 മീറ്റർ വരെ അടുത്തെത്തിയ ദൗത്യ സംഘം ഇവരുടെ പേരുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും അവർ ക്ഷീണിതരായിരിക്കാം, ബോധരഹിതരായിരിക്കാം, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണം ഉണ്ടാകാത്തത് എന്നാണ് ഇപ്പോൾ NDRF അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കൂടുതൽ സംഘം ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തെങ്കിൽ ഇപ്പോൾ നാവികസേന കൂടി അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 350 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ തെലങ്കാനയിലെ നാഗർകുർണൂലിൽ ടണലിടിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. തീർച്ചയായും ഈ 9 മണി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പോലും രക്ഷാദൗത്യം, അതായത് 8 പേരുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് തുടരുന്നത്. അവർ ജീവനോടെ തിരികെ എത്തണം എന്നാണ് നമ്മുടെ രാജ്യവും ആഗ്രഹിക്കുന്നത്. അതിന് സാധിക്കുമോ എന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത്.